ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇടപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അതായത് കൊല്ലം ജില്ലയുടെ ഒരു കിഴക്കൻ വനമേഖലയാണ് ഈ ഒരു സ്ഥലം. ഇവിടെ നിന്നും വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ട്രെയിനിലാണ് വന്നത്. എല്ലാ ദിവസവും 12:10 വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ സമയം മാറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ഗുരുവായൂരിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ്. 16328 എന്നാണ് ട്രെയിനിന്റെ നമ്പർ. അങ്ങനെ അത് ഗുരുവായൂരിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന ട്രെയിനാണ്. ഞാൻ കയറിയത് കൊല്ലത്ത് നിന്നാണ് കയറിയത്. കൊല്ലത്ത് നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:10 വന്നുകൊണ്ടിരുന്നത്, പുറപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം മാറ്റി. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് പുറപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ട്രെയിനിലാണ് ഞാൻ വന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ട്രെയിനിൽ കയറി 45 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. 12 മണിക്ക് കയറി ഒരു 2.5 മണിക്കൂറത്തെ യാത്ര, ഒരു സിനിമ തീരുന്ന സമയത്തെ യാത്ര എടപ്പാളയം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അങ്ങനെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതായത് മീറ്റർ ഗേജ് പാത ഉണ്ടായിരുന്ന സമയത്തേ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോഴത് ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ ആ ഒരു പഴയ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമെല്ലാം ഈ ഒരു പരിസരത്തായിട്ട് കാണാം. ഇടപ്പാളയം, ഇടപ്പാലയം അങ്ങനെയൊക്കെ പറഞ്ഞ് 2 രീതിയിലുള്ള എഴുത്തൊക്കെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് ഹൈവേ ആണ്. തെങ്കാശി പിന്നെ പുനലൂർ അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ഹൈവേ ആണ്. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ തെന്മല എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. തെന്മല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കണം. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ആ ഒരു 13 കണ്ണറ പാലം കാണുന്നത്. തെന്മല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കഴുതുരുട്ടി എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിന് മുന്നേ ആയിട്ട്, ഇതിന് രണ്ടിനും ഇടയിലായിട്ടാണ് ആ ഒരു 13 കണ്ണറ പാലം ഉള്ളത്. അത് നല്ലൊരു കാഴ്ചയാണ്. വേറൊരു കാര്യം, ഈ ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഒരു വളഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതായത് നല്ലൊരു എസ് പോലത്തെ ഒരു വളവാണ്. എസ് പോലെ ഇങ്ങനെ വളഞ്ഞാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഉള്ളത്. നമ്മളിതുവഴി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ മനസ്സിലാവും. ഞാൻ ഇതിന് മുന്നേയും ഈ റൂട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ നല്ലതുപോലെ വളഞ്ഞിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നല്ലതുപോലെ വളഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷൻ. ഇതാ കണ്ടില്ലേ, ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓൾറെഡി ടിക്കറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ആവശ്യാനുസരണം തരും. ഇപ്പോൾ ഞാനൊരു കൊല്ലം പറഞ്ഞു, അങ്ങനെ ഒരു കൊല്ലം എടുക്കുവാണ്. 45 രൂപയാണ് തിരികെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് അല്ലേ. സീലൊക്കെ വെച്ച് തരുവാണ്. ഇവിടെ കോൺട്രാക്ട് എടുത്തിരിക്കുവാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് തീരുന്നതിനനുസരിച്ച് തെമ്മലയിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരും. അതായത് അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരും. അങ്ങനെ ഇവിടെ ബൾക്കായിട്ട് കെട്ടി വെച്ചിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം തരും. അങ്ങനെയാണ് പരിപാടി. 2 ട്രെയിൻ മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ. വേറെ വണ്ടികളൊന്നും നിർത്തില്ല. ഞാനിങ്ങനെ ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേ ഇവിടെ ആയിട്ട് നിൽക്കുന്ന ആ സ്റ്റുഡൻസ് ഒക്കെ കണ്ടില്ലേ, അവർക്ക് പോകേണ്ടത് ഇപ്പുറത്തായിട്ട് കുറേ വീടുകളുണ്ട്. ഒരു 10-30 വീടുകളുണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോഴേ അറിഞ്ഞത്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഈ ഒരു പാളം മുറിച്ച് കടന്നെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴും പ്ലാറ്റ്ഫോമിന് ഉയരം കൂടെ കൂടിയപ്പോഴേ പ്രായമുള്ളവർക്കെല്ലാം ഇത് മുറിച്ച് കിടക്കാൻ പാടാണ്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ. ഇവിടെ നിന്നും അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാലം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ശരിയല്ലേ? ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററോ ആരുമില്ല കേട്ടോ. പൊടി കാണിക്കുന്ന ആളോ അങ്ങനെ ആരുമില്ല. അങ്ങനെ 4:30 ആയപ്പോൾ ട്രെയിൻ വന്നു കേട്ടോ. 3:50 എത്തേണ്ട ട്രെയിനാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോഴെന്തായാലും ഞാൻ ട്രെയിനിൽ കയറി വിടുവാണ്.